ഏതെങ്കിലും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ടോ കടൽ റിലേറ്റഡ് ആയിട്ട് തന്നെ? കടൽ റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരു വെയിലിന്റെ ഒപ്പം ഒരു ഡൈവ് ചെയ്യണമെന്നുണ്ട്. ആ അത് ശ്രീലങ്കയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ. ഫ്രീ ഡൈവ് ആണ് വെയിലിന്റെ ഒപ്പം. ശരിക്കും എങ്ങനെ ഈ വെയില് തിമിംഗലം ഡേഞ്ചറസ് അല്ലേ? അപ്പൊ എങ്ങനെ? ശരിക്കും ഡേഞ്ചർ എന്ന് പറയാനായിട്ടില്ല, അത് അതിന്റേതായ പാടുകൾ നോക്കി പോകുന്നു. നമ്മൾ അതിന്റെ മുമ്പിൽ പോകുമ്പോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരൂല. ഇല്ല, അത് ഓരോ കാറ്റഗറി ആണല്ലോ. കില്ലർ വെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യണ വെയിൽസ് ആണ്. അതല്ലാണ്ട് നമ്മുടെ ഇവിടെയൊക്കെ കൂടുതലായിട്ടും കാണുന്ന ഈ പറഞ്ഞ ഈ ഹംബാക്ക് വെയിൽസിന്റെ തന്നെ വേറൊരു ടൈപ്പാണ് നമ്മുടെ ഇവിടെയൊക്കെ കാണുന്നത്. ഇഷ്ടംപോലെ നമ്മുടെ വീഡിയോസിലൊക്കെ ഇഷ്ടംപോലെ ഞാൻ കാണിച്ചിട്ടുണ്ട് വെയിൽസിനെയൊക്കെ. വലിയ കട വെയിൽ നമ്മുടെ ബോട്ടിന്റെ അത്രയൊക്കെ ഉണ്ടാകുമ്പോൾ ഷാർക്ക് പക്ഷേ എങ്ങനെയാ കുറച്ചുകൂടെ ഷാർക്ക് അറ്റാക്കിംഗ് മൈൻഡ് ഉള്ള ഒരു മീനാണ്. അതെ, നമ്മ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ നേരത്തെ നമ്മുടെ ഈ കുറെ നേരം നമ്മ വെള്ളത്തിൽ കിടക്കാൻ നേരത്ത് നമ്മുടെ ഈ ഉള്ളങ്കാലില്ലേ, ഉള്ളങ്കാൽ ഇങ്ങനെ തിളങ്ങും കിടന്നു. തിളങ്ങാൻ നേരത്ത് ഈ സാധനം പെട്ടെന്ന് കാണുമ്പോഴൊക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് പരിചയം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അണ്ണന്മാരെന്ത് ചെയ്യും, മടിയിലൊക്കെ ഗ്രീസ് പറ്റിയിടും, കാലിന്റെ ഉള്ളംകാല് തിളങ്ങാതിരിക്കാൻ വേണ്ടി. അത് നമ്മ ഈ ബോട്ടിൽ പങ്കയൊക്കെ ചെത്താൻ ഇറങ്ങും. ചില സമയങ്ങളിൽ വലകളൊക്കെ കുടുങ്ങാൻ നേരത്ത് അന്നേരം ഇറങ്ങാൻ നേരത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്നാണ് കേട്ടിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഡീപ് സീൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ അടുത്തൊരു വീഡിയോയില് ഒരു വലിയക്കാട്ട് 250 കിലോന്റെ ഷാർക്കിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അതിന്റെ പല്ലിന് ഞാൻ നമ്പർ ലോക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു മീനെ എടുത്തപ്പോ അതിന്റെ മറ്റേ കൊമ്പ് ഇങ്ങനെ ഒടിച്ച് ഓലക്കൊടിയന്റെയും ഒടിക്കും. പിന്നെ അതുപോലെ തന്നെ പന്നിക്കോലാന്റെ ഒടിക്കും, കട്ടക്കൊമ്പന്റെ എല്ലാത്തിന്റെയും കൊമ്പ് നമ്മൾ ഒടിച്ചത്. അത് ഡാമേജ് വരത്തില്ല. അത് നമ്മുടെ മേത്ത് കുത്തി കൊള്ളാതിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ നേരത്ത് മേത്ത് കുത്തി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒടിച്ചത്.